AI രംഗത്തെ അതിവേഗതയിലുള്ള വളർച്ചയിൽ കരുതലും പുനരാലോചനകളും ആവശ്യമാണെന്ന് സൗദിയിലെ റിയാദിൽ തുടരുന്ന ഗെയിൻ ഉച്ചകോടി. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് രംഗത്ത് നൈതികത അത്യാവശ്യമാണെന്നും ഇല്ലെങ്കിൽ ദുരുപയോഗം വർദ്ധിക്കുമെന്നും പങ്കെടുത്തവർ പറഞ്ഞു. AI രംഗത്ത് നൈതികത ഉറപ്പാക്കാൻ യുനെസ്കോയുമായി ചേർന്ന് പ്രത്യേക കേന്ദ്രവും സൗദി അറേബ്യ പ്രഖ്യാപിച്ചു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഗ്ലോബൽ സമ്മിറ്റിന്റെ 2ാം ദിനത്തിലാണ് റിയാദ്. നിർമ്മിത ബുദ്ധി വരുത്തുന്ന നേട്ടങ്ങൾ മനുഷ്യരുടെ നേട്ടങ്ങൾക്കായി ഉപയോഗിക്കാൻ കഴിയുന്നതിന്റെ സാധ്യതകളാണ് ഉച്ചകോടിയുടെ 2ാം ദിനം ചർച്ച ചെയ്തത്. ഒരേ സമയം 6 സെഷനുകളായാണ് ഉച്ചകോടി. AI സാങ്കേതിക വിദ്യകൾ നടപ്പാക്കുമ്പോൾ കരുതൽ വേണമെന്ന് ജിദ്ദ കൌസ്റ്റ് യൂണിവേഴ്സിറ്റി പ്രസിഡന്റ് എഡ്വാർഡ് ബയൺ പറഞ്ഞു. വൻ നേട്ടങ്ങൾക്കൊപ്പം ഗുരുതര പ്രത്യാഘാതങ്ങൾക്കും സാധ്യതയുള്ളതാണ് AI-യുടെ ഉപയോഗം. ഇത് നടപ്പാക്കുന്നതിൽ നൈതികത പുലർത്താൻ എല്ലാവർക്കും ബാധ്യതയുണ്ടെന്നും ഉച്ചകോടിയിൽ പങ്കെടുത്തവർ ചൂണ്ടിക്കാട്ടി. വിദ്യാഭ്യാസം, ആരോഗ്യം, ഭരണം തുടങ്ങി വിവിധ തലങ്ങളിൽ ഇവയുടെ ഓട്ടോമേഷൻ നിർണായകമാണ്. ഇതിൽ മേൽനോട്ടമുണ്ടാകണമെന്ന് വിവിധ സെഷനുകളിൽ പങ്കാളികളായവർ ചൂണ്ടിക്കാട്ടുന്നു. സൗദിയിലെ ഭരണ, വിദ്യാഭ്യാസ, ആരോഗ്യ, വ്യവസായ മേഖലകളിൽ AI ഗുണപരമായ നേട്ടങ്ങൾ സൃഷ്ടിച്ചതായി വിവിധ സെഷനുകളിൽ പങ്കെടുത്ത മന്ത്രിമാരും ചൂണ്ടിക്കാട്ടി. AI ഉപയോഗത്തിലെ നൈതികത ഉറപ്പാക്കാൻ യുനെസ്കോയുമായി സഹകരിച്ച് സൗദി സ്ഥാപിച്ച റിയാദിലെ ഐകെയർ എന്ന ഓഫീസിന്റെ പ്രഖ്യാപനവും ഉച്ചകോടിയിലുണ്ടായിരുന്നു. 150ഓളം സെഷനുകളിലായി 400-ലേറെ പേരാണ് പരിപാടിയിലെ പ്രഭാഷകർ. നാളെ ഗെയിൻ ഉച്ചകോടിക്ക് സമാപനമാകും. മീഡിയ 1 റിയാദ്.